നമസ്കാരം. പ്രേതബാധയുണ്ടെന്ന അഭ്യൂഹങ്ങളാൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന റാസൽ ഖൈമയിലെ പ്രശസ്തമായ അൽ ഖാസിമി കൊട്ടാരം വിൽപ്പനയ്ക്ക് 25 മില്യൺ ദിർഹമിനാണ് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 56 കോടി രൂപയോളം വരും ഇത്. 1985 അന്തരിച്ച ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസിമി നിർമ്മിച്ച ഈ 4 നില കൊട്ടാരം 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 35 മുറികളോടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിക, മൊറോക്കൻ, പേർഷ്യൻ, ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ സമ്മേളനമാണ് ഇതിന്റെ രൂപകൽപ്പന. ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നുമുള്ള ഷാൻഡിലിയറുകൾ, ടാസോസ്, മാർബിൾ നിലകൾ, മേൽക്കൂരയിലെ ഗ്ലാസ് പിരമിഡ് എന്നിവ കൊട്ടാരത്തിന്റെ ആഡംബരം വർദ്ധിപ്പിക്കുന്നു. 30 വർഷത്തിലേറെയായി ശാന്തമായ ഒരു കുന്നിൻ മുകളിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം അത്ഭുതത്തോടൊപ്പം ഭയവും ജനിപ്പിക്കുന്നുണ്ട്. പ്രേതങ്ങളുടെ കൊട്ടാരം എന്ന് ഇതിന് വിളിപ്പേര് ലഭിച്ചതിന് പിന്നിൽ ഇതിലെ ഭൂതകാല കഥകളാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ശില്പങ്ങളെയും ചിത്രകലകളെയും കുടുംബാംഗങ്ങൾ എതിർത്തത് കാരണം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നില്ല. കാലക്രമേണ പ്രേതബാധയെക്കുറിച്ചുള്ള കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. നിലവിലുള്ള ഉടമയായ തൗഫീഖ് അഹമ്മദ് അൽ ഷർഹാൻ ഈ കൊട്ടാരം ഒരു UAE പൗരന് മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റാസൽ ഖൈമയുടെ റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ അനുസരിച്ച് കൊട്ടാരം ഒരു UAE പൗരന്റെ പേരിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടാരത്തിന് വലിയ സാംസ്കാരികവും ചരിത്രപരമായ മൂല്യമുണ്ട്. അത് രണ്ടിനെയും വിലമതിക്കുന്ന ഒരാൾക്ക് നൽകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. അൽദീദ് പ്രദേശത്ത് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം നഗരത്തിന് മുകളിലായി വലിയ തലയെടുപ്പോടെയാണ് നിലനിൽക്കുന്നത്. അതേസമയം കാലടികളുടെ ശബ്ദം, മിന്നുന്ന വിളക്കുകൾ, ജനലുകളിൽ കൂടി കാണുന്ന കുട്ടികളുടെ മുഖങ്ങൾ എന്നിവയാണ് ഈ കൊട്ടാരത്തെക്കുറിച്ച് പ്രചരിക്കുന്ന പ്രേതകഥകൾ. ഇത് പ്രദേശവാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ഏകദേശം 500 മില്യൺ ദിർഹമിന് മുകളിലാണ് ഇതിന്റെ നിർമ്മാണ ചെലവെന്നാണ് കണക്കാക്കുന്നത്.